ആധുനിക ലോകത്തിൽ ശാസ്ത്രം മനുഷ്യന്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും വലിയ സംവിധാനങ്ങൾ ഫേസ്ബുക്ക് ആകട്ടെ, ഇന്റർനെറ്റ് ആകട്ടെ, വാട്സപ്പുകളാകട്ടെ, ഒരുപാട് ഗുണങ്ങളുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇന്റർനെറ്റ് കൊണ്ട് മനുഷ്യന് ലഭിച്ച ഗുണം എന്താണ്? മനുഷ്യന് ലഭിച്ച ഗുണം വിജ്ഞാന ലോകങ്ങൾ അവരുടെ മുമ്പിൽ തുടക്കപ്പെട്ടു വന്നതാണ്. ഒരു കാര്യം അറിയണോ? കേവലം കമ്പ്യൂട്ടറിന്റെ കീബോർഡിൽ 4 അക്ഷരം അടിച്ചാൽ 4 അക്ഷരം അവൻ പ്രസ് ചെയ്തു കൊടുത്താൽ അവന്റെ മുമ്പിൽ അവൻ ആവശ്യപ്പെടുന്ന ഏത് വേടാണോ ആ വേടിനെ കുറിച്ചുള്ള വിജ്ഞാന ലോകമാണ് അവന്റെ മുമ്പിൽ തുറക്കപ്പെടുന്നത്. വളരെ വലിയ വിസ്ഫോടനമാണ് സൃഷ്ടിച്ചത്. എന്തിനേറെ പണ്ടൊക്കെ ഉസ്താദുമാർ പോലും കിതാബ് നോക്കാൻ, ഒരു ഹദീസ് കണ്ടെത്താൻ എത്രമാത്രം പരതാറുണ്ടായിരുന്നു. എന്നാണെങ്കിലോ ഒരു പദം ഓർമ്മയുണ്ടോ? ആ ഹദീസ് ഏതെല്ലാം ഗ്രന്ഥങ്ങളിൽ റിപ്പോർട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നറിയാൻ ആ പദമൊന്നടിച്ച് കേവലം ഒന്ന് ക്ലിക്ക് ചെയ്തു കൊടുത്താൽ മതി. ഒരുപാട് പുരോഗതികൾ മനുഷ്യന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പണ്ടത്തെ കാലത്തൊക്കെ ഹജ്ജിന് അപേക്ഷ നൽകാൻ പോലും എത്ര പ്രയാസപ്പെടാറുണ്ട്. ഇന്ന് കേവലം നമ്മുടെ വീട്ടിനകത്ത് നിന്ന് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലേക്ക് സംവിധാനങ്ങൾ ലഘൂകരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ ബാങ്കിലേക്ക് പണമടക്കാൻ പോകുന്ന ആളുകൾക്ക് പോലും ബാങ്ക് വീട്ടിലിരുന്നു കൊണ്ട് സംവിധാനങ്ങൾ ഏർപ്പെടുത്താനുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ആധുനിക ശാസ്ത്രം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നു വെക്കുകയാണ്. ഞാൻ നിഷേധിക്കുന്നില്ല, പുരോഗതികളൊന്നും നിഷേധിക്കുന്നില്ല. അതേപോലെ മൊബൈൽ ഫോണുകൾ മനുഷ്യ ജീവിതത്തിലേറെ നന്മകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കല്യാണം നിശ്ചയിച്ചാൽ പണ്ടൊക്കെ ആ കല്യാണം പോയി പറഞ്ഞു വരുമ്പോഴേക്ക് മാസങ്ങളാവും. ഇന്ന് കേവലം 4 ദിവസം മുമ്പ് കല്യാണം നിശ്ചയിച്ചാൽ ഒരൊറ്റ ദിവസം കുടുംബത്തിലെല്ലാ തലങ്ങളിലും കല്യാണം പറഞ്ഞുപടിയും. സാമ്പത്തിക ചെലവ്, സാമ്പത്തിക ലാഭം, അതേപോലെ സമയലാഭം, ഒരുപാട് ലാഭങ്ങൾ നമുക്ക് നേട്ടങ്ങൾ കൊണ്ടുവന്നു തന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ കഴിയാത്ത നാശങ്ങളുടെ വാതായനവും ഇത് മനുഷ്യന്റെ മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ട്. ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ വിജ്ഞാനങ്ങളുടെ ഒരു ലോകമാണ്. അതിന് നല്ലതുമുണ്ട്, മോശവുമുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദുആയാണ് ഞാൻ ഈ സമയത്ത് ഓർത്തു പോകുന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫ. അല്ലാഹുവേ, ഉപകാരപ്പെടാത്ത ഇൽമിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ് റബ്ബേ. ഇൽമ് 2 രീതിയിലാണ്: ഉപകാരപ്പെടുന്ന ഇൽമും ഉപകാരപ്പെടാത്ത ഇൽമും. ഉപകാരപ്പെടാത്തത് തന്നെ ഉപദ്രവം ചെയ്യുന്ന ഇൽമുണ്ട്. എല്ലാ വിജ്ഞാനങ്ങളുടെയും ലോകമാണ് ഇന്റർനെറ്റിലൂടെ കടന്നു ചെല്ലാൻ പറ്റുന്ന വിജ്ഞാനങ്ങളുടെ ലോകമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നന്മയും തിന്മയും വേർതിരിച്ചറിഞ്ഞാവണം നമ്മൾ കടന്നു ചെല്ലേണ്ടത്. അല്ല എങ്കിലേറെ അപകടത്തിൽപ്പെട്ടു പോകും. ഇന്നലെയും മെനിഞ്ഞാന്നും അതിന്റെ തലേന്നുമൊക്കെ കേരളത്തിലെ ഏറ്റവും വലിയ സർക്കുലേഷനുള്ള പത്രമെന്ന് അവകാശപ്പെടുന്ന മലയാള മനോരമയിലെ നിങ്ങൾ വായിച്ചില്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. പെണ്ണിന്റെ രൂപത്തിൽ അഭിനയിച്ചുകൊണ്ട് പെണ്ണിന്റെ രീതിയിലേക്ക്, പെണ്ണിന്റെ ശബ്ദം പോലെ തന്റെ ശബ്ദത്തെ മാറ്റിയെടുക്കാനുള്ള സംവിധാനം ആധുനിക ശാസ്ത്രം, വിവരസാങ്കേതിക വിദ്യ പുരോഗമിച്ചോ ശാസ്ത്രം അവന്റെ മുന്നിൽ കൊണ്ടുവന്നു. എന്നിട്ടോ പെണ്ണിന്റെ രൂപത്തിൽ സംസാരിച്ചും അവളോട് കമന്റടിച്ചും അവളോട് അവളുടെ എല്ലാ രഹസ്യങ്ങളും ചോർത്തിയെടുത്തതിന് ശേഷമോ എന്നിട്ട് പിന്നീട് താൻ തന്റെ യഥാർത്ഥമായ രൂപവും ആശയവും വെളിപ്പെടുത്തിയിട്ട് പിന്നെ തന്റെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്ന ചിത്രങ്ങളെല്ലാം വെച്ചുകൊണ്ട് പെണ്ണിനെ വിലപേശുക. ഒരു പെണ്ണിന്റെ ചാരിത്രം അന്യജനങ്ങൾക്ക്, ഒരു പെണ്ണിന്റെ രഹസ്യങ്ങൾ അന്യ ആളുകൾക്ക് മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ ഈ നന്മയും തിന്മയും കിറഞ്ഞു കിടക്കുന്ന വിജ്ഞാന ലോകത്തിന്റെ മുമ്പിലേക്ക് പ്രദർശിപ്പിക്കുമെന്ന് അവകാശപ്പെടുക, ഭീഷണിപ്പെടുത്തുക, അതിനുവേണ്ടി പണം ചോദിക്കുക. ഇങ്ങനെ ആളുകളെ പല രീതിയിലും പ്രയാസപ്പെടുത്തുന്ന ഒരു മഹാ നന്മയുടെയും തിന്മയുടെയും സമ്മിശ്ര ലോകമാണ് വിവരസാങ്കേതിക വിദ്യയിലൂടെ ശാസ്ത്രം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമയമില്ലാത്തത് കൊണ്ടാണ് ഒറ്റവാക്കി ഓർമ്മപ്പെടുത്തുന്നത്, നല്ല രീതിയിലല്ല നമ്മൾ സമീപിക്കുന്നതെങ്കിലേറെ പ്രയാസപ്പെട്ടു പോകും. ഏറെ അപകടമാണ് ആ ലോകം. ഉപകാരമായത് മാത്രമേ നമ്മൾ സ്വീകരിക്കാവൂ. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, അലം തറ ഇലല്ലദീന ബദ്ദലൂ നിഅമതല്ലാഹി കുഫറാ. അല്ലാഹു ഒരു നിഅമത്ത് നമുക്ക് ചെയ്തു തന്നാൽ ആ നിഅമത്ത്
ഹിക്മത്ത് അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിലാണ് നമ്മൾ വിനിയോഗിക്കേണ്ടത്. നിങ്ങൾ കയറി നോക്ക്, ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമിയുടെ ലൈബ്രറിയിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ധാരാളം കമ്പ്യൂട്ടറുകൾ കാണാം. കമ്പ്യൂട്ടറുകളല്ല കുറ്റക്കാർ, TV അല്ല കുറ്റക്കാരൻ, പിന്നെ ആരാത് ഉപയോഗിക്കുന്ന ആളാണ്. കൊച്ചുമക്കൾ ഇവിടെ ഇരുന്നിട്ട് ഇവിടെ നിന്നവർ ക്ലിക്ക് ചെയ്താൽ ആയിരക്കണക്കായ ഹദീസ് അവരുടെ മുമ്പിലേക്ക് വരും. ഞാൻ പറയുന്നത് നന്മയുടെ ലോകം അതിലുണ്ട്, തിന്മയുടെ ലോകവും അതിലുണ്ട്. ജീവിക്കാൻ ഉപയോഗിക്കുന്ന നമ്മൾ ചെയ്യേണ്ടത് നന്മയെ തിരിച്ചറിയുകയും തിന്മയെ വിഭാടനം ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന വലിയൊരു അനുഗ്രഹമാണ് വിവര സാങ്കേതിക വിദ്യയിലുള്ള ഈ കുതിച്ചുചാട്ടം. അല്ലേ, കുതിച്ചുചാട്ടം. ഞാൻ അങ്ങനെ ചിന്തിച്ചു പോകാറുണ്ട്. 100 വർഷം മുമ്പുള്ള ഒരു മനുഷ്യൻ ഇപ്പൊ തിരിച്ചു വന്ന അയാൾക്ക് തോന്നും ഭൂമിയിലുള്ള എല്ലാ മനുഷ്യന്മാർക്കും തലക്ക് വട്ടാണ്. കാരണം എന്താ? നടന്നു പോകുമ്പോഴാ ഞാൻ ഇങ്ങോട്ട് വരില്ല, നീ ഇങ്ങോട്ട് വാ എന്നൊക്കെ നടന്നു പോണ സമയത്ത് ഇങ്ങനെ പറയുന്നു. ഇവര് മൊബൈലൊന്നും കണ്ടിട്ടില്ലല്ലോ. ചമ്മാട്ടങ്ങാടിയിലെ ഖബറിസ്ഥാനിന്ന് പഴയ കാലത്ത് മരിച്ച ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വരികയാണ്. അയാൾക്ക് തോന്നും ഭൂമിയിലുള്ള എല്ലാവർക്കും തലക്ക് വട്ടായിട്ടുണ്ട്. എന്തേ? നിങ്ങൾ ആലോചിക്ക്. പണ്ടൊക്കെ നമ്മൾ ഔലിയാക്കളുടെ ചരിത്രം പറയുമ്പോൾ പറയാറുള്ളത് ഇന്ന നാട്ടിലുള്ള ആളും ഇന്ന നാട്ടിലുള്ള ആളും സംസാരിച്ചു. വിവര സാങ്കേതിക വിദ്യ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന മാറ്റം, ഒട്ടേറെ മാറ്റം. ഹജ്ജിനൊക്കെ പോയാലേ അതിന്റെ ഗുണം തിരിയാ. ഹജ്ജിനൊക്കെ പോകുമ്പോൾ ചില വയസ്സുള്ള അമ്മാമാരെ വാപ്പാരൊക്കെ കാണാതാണ് സമയത്ത് അവരുടെ കയ്യിലെ മൊബൈലാ പലപ്പോഴും അവരെ കണ്ടെത്താൻ സഹായിക്കാറുള്ളത്. പക്ഷേ ഇതേ മൊബൈലുകൾ തന്നെ പലർക്കും കണ്ടെത്താൻ സഹായകമാകുമെങ്കിൽ പലർക്കും പലരെയും നഷ്ടപ്പെടാൻ ഇടമായില്ലേ? സ്വന്തം ഭാര്യയെ ഇഷ്ടപ്പെടാൻ ഭർത്താവ് അയച്ചു കൊടുത്ത മൊബൈൽ തന്നെയാണ് സ്വന്തം ഭാര്യയെ നശിപ്പിച്ചു കളഞ്ഞത്. മൊബൈലിലല്ല കുറ്റമെന്തുമുള്ളവരെ, പ്രിയമുള്ളവരെ, ഉപയോഗിച്ച ആരുടെ മനസ്സിനാണ് നാശം സംഭവിച്ചു പോയത്? അല്ലാഹു തന്നെ പറഞ്ഞില്ലേ, അലം തറ ഇലല്ലദീന ബദ്ദലൂ നിഅമത്തല്ലാഹി കുഫ്റാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്ത അനുഗ്രഹത്തെ കുഫ്റാ, അതിനെ നന്ദികേടാക്കി മാറ്റിയ ആളുകളെ നബിയെ അങ്ങ് കണ്ടില്ലേ? വഹല്ലോ ദാറുൽ ബവാർ ജഹന്നമ യസ്ലൂനഹാ വബീസൽ ഖറാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ട് ആ അനുഗ്രഹം അല്ലാഹു ഇഷ്ടപ്പെട്ട വഴിയിലല്ല ഒരാൾ ഉപയോഗിച്ചതെങ്കിൽ അയാൾ നരകവാസിയാണെന്ന് വിശുദ്ധ ഖുർആൻ. ഞാൻ ഏറെ വിശദീകരിക്കണ്ടല്ലോ നിങ്ങളോട്. ഇന്റർനെറ്റിലൂടെ കടന്നുപോയിട്ട് എന്റെ പ്രിയമുള്ളവരെ, യൂറോപ്പിന്റെ മണ്ണിലുള്ള പെണ്ണിന്റെ ഔറത്ത് കാണാൻ തന്നെ മേശപ്പുറത്തുള്ള കമ്പ്യൂട്ടറിലൂടെ ഈ ചലിപ്പിച്ചു പോകുന്ന ചെറുപ്പക്കാരെ, വാഹല്ലോ ദാറുൽ ബവാർ, വാഹല്ലോ ദാറുൽ ബവാർ. പരിശുദ്ധ ഖുർആനാ പറയുന്നത് അല്ലാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹം ഒരാൾ നന്ദി കേടാക്കി മാറ്റിയാൽ അവന്റെ അന്ത്യം നരകമാണെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇതൊക്കെയാ വാട്സപ്പിലൂടെ നടക്കുന്നത്. വാട്സപ്പ് നല്ല കാര്യത്തിൽ ഉപയോഗിക്കാം. നല്ലൊരാശയം ഒരേ സെക്കൻഡിൽ, ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള തങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എത്തിച്ചു കൊടുക്കാൻ വാട്സപ്പ് മുഖേന ഉള്ള ഗ്രൂപ്പുകൾ സഹായകമാണല്ലോ. 50 ആളുകളുടെ ഗ്രൂപ്പ്. ഞാൻ അറിഞ്ഞത് ഈ സംഘത്തിനും ഒരു ഗ്രൂപ്പുണ്ട് എന്നാൽ അത് നന്മയുടെ ഗ്രൂപ്പാണ്. എന്നാൽ തിന്മയുടെ ഗ്രൂപ്പായാലോ? എന്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, തളിപ്പറമ്പിലെ സയ്യിദിൽ പഠിക്കുന്ന സുഹൃത്താൻ, അയാൾ പഠനമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നോട് പറഞ്ഞു, ഭൗതിക കലാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു. അറിയാമോ? ഞാൻ പറഞ്ഞു അറിയില്ല. എന്നോട് പറഞ്ഞു പലർക്കും 4 ആൾക്കൊരു ഗ്രൂപ്പ്, 5 ആൾക്കൊരു ഗ്രൂപ്പ്, 50 ആളുകൾക്കൊരു ഗ്രൂപ്പ്. എന്നിട്ടോ ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു അപ്പൊ നല്ല നല്ല ചർച്ചകൾ നടക്കുമല്ലേ? എന്നോട് പറഞ്ഞു ചർച്ചകളൊന്നും നല്ലല്ല. സതേ നിങ്ങൾക്ക് വേണോ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ സമയം എത്രയാണ്? വയലു കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ 3 മണിയാണ്. എന്നോട് പറഞ്ഞു ഇപ്പൊ വേണമെങ്കിൽ ഞാനൊന്നുണ്ട്. മൊബൈലിൽ ഒരു മെസ്സേജ് കൊടുത്താൽ തിരിച്ചൊരു പെണ്ണിന്റെ മെസ്സേജ് നിങ്ങൾക്ക് കാണാം. രാത്രി 2 മണിയായി തുടങ്ങിയിട്ടില്ല, 3 മണിയായി തുടങ്ങിയിട്ടില്ല, 4 മണിയായി തുടങ്ങിയിട്ടില്ല. തന്റെ ബോയ് ഫ്രണ്ടുകളുമായി മെസ്സേജ് കൈമാറി ചാറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദര, നീ കൈമാറുന്ന ആശയം നല്ലതാണോ തീയതാണോ? വാട്സപ്പിനല്ല തകരാർ, അത് ഉപയോഗിക്കുന്ന നിനക്കാണ് തകരാർ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസ് കേട്ടോളൂ. ഈ സഹോദരനോട് പറയാൻ
6 ആളുകൾ ഒരു ഗ്രൂപ്പ്. ഞാൻ ചോദിച്ചു എന്തൊക്കെയാണ് ആശയവിനിമയം? എന്നോട് പറഞ്ഞു പറയാൻ പറ്റാത്തതൊക്കെ പറയും. അപ്പം ഞാൻ ചോദിച്ചു അത് 2 ആളുകൾ തമ്മിലല്ലേ പറയുകയുള്ളൂ? എന്നോട് പറഞ്ഞു 2 ആളുകൾ തമ്മിലല്ല, ഒരേ ചങ്ങാതിമാരായ ആശയത്തിലുള്ള ആളുകളാണെങ്കിൽ 8 ആളുകൾ ചേർന്നൊരു ഗ്രൂപ്പ്. എന്നിട്ടോ എല്ലാ കമന്റും 4 പെണ്ണ് അല്ലെങ്കിൽ 4 പെണ്ണ് 4 ആണ്, 4 ആൺകുട്ടികളും 4 പെൺകുട്ടികളും, ബോയ് ഫ്രണ്ട്സും ഗേൾ ഫ്രണ്ട്സും, അല്ലെങ്കിലോ 3 പെണ്ണ് 5 ആണ്. എന്നിട്ട് അവർ സംസാരിക്കാത്തൊരു വിഷയവുമില്ല, അവരെ കടന്നു പോകാത്തൊരു വിഷയവുമില്ലത്രേ. എന്റെ പ്രിയമുള്ള സഹോദര, ഒരു ഹദീസ് കേട്ടോളോ. എല്ലാം ഞാൻ വിശദീകരിച്ചു തരേണ്ടതില്ലല്ലോ. ഒരു പക്ഷേ വിശദീകരിക്കുന്ന എന്നെക്കാൾ കൂടുതൽ ഇതിന്റെ ഉപയോഗം അറിയുന്ന ആളുകളായിരിക്കും നിങ്ങൾ. എനിക്ക് ആ വിഷയത്തിൽ അവഗാഹമൊന്നുമുള്ള ആളില്ലാത്തത് കൊണ്ട് ഹദീസ് കേട്ടോളോ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ ലഹറ സൂഉ ഫിൽ അർദ്, ഭൂമിയിൽ തിന്മ വ്യാപകമായാൽ 4 ആളുകൾ ഇരുന്നിട്ട് അവർ പരസ്പരം പറയാൻ പറ്റാത്ത വളരെ മോശമായ കാര്യങ്ങളൊക്കെ പരസ്പരം 5 ആളുകൾ 8 ആളുകൾ ഇരുന്ന് ഗ്രൂപ്പായി ചർച്ച ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറയാൻ, ഈ രീതിയിൽ തിന്മകൾ പ്രത്യക്ഷമായാൽ, പണ്ടൊക്കെ തിന്മ ചെയ്യായിരുന്നു. എന്നോട് തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ പോയപ്പോൾ അവിടുന്ന് ഒരാളെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, സാർ ഇന്നത്തെ കുട്ടികളൊക്കെ കഥ എന്താണ്? എന്നോട് പറഞ്ഞു, ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ തിന്മ ചെയ്യാറുണ്ടായിരുന്നു. ഒരു ബീഡിയൊക്കെ വലിക്കുകയാണെങ്കിൽ തന്നെ പീഡിയന്റെ മറവിൽ പോയി ഇരുന്നിട്ട് ഞങ്ങൾ വലിച്ചിട്ടേ വരുള്ളൂ, ആള് കാണുന്ന പേടിച്ചിട്ട്. ഇന്നോ സ്വന്തം വാപ്പാന്റെ മുമ്പിൽ വെച്ചിട്ടാണ് കുട്ടി ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സംവിധാനം മനുഷ്യന് മുമ്പിൽ ഒരുപാട് നന്മ കൊണ്ടുവന്ന തിന്മ എന്താ അറിയോ? വാപ്പാന്റെ മുമ്പിൽ നിന്നും ഖൽവത്താകാൻ പറ്റുന്ന കാലം. ഉമ്മാന്റെ മുമ്പിലാണ്, ഉമ്മാന്റെ മുമ്പിൽ നിന്ന് മൊബൈലിൽ ഓളിങ്ങനെ കളിക്കുക. അമ്മക്ക് മനസ്സിലായിട്ടില്ല എന്താ കളിക്കുന്നത്. ഓള് ചെയ്യുന്ന എന്താ? ഓള് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് വേറെ ചാറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ഉമ്മാന്റെ മുമ്പിൽ പോലും അവൾ ഖൽവത്തിലാണ്. ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിൽ ഒറ്റക്കാവുകയില്ല. അതെവിടെ? ഒരു റൂമിനകത്ത് നയിക്കൊള്ളുന്നില്ല, ഇതൊരു റൂം തന്നെയാണ്. പിശാചവരിൽ 3ാമനായിട്ടില്ലാതെ എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. പല വാപ്പമാർക്കും കരയാൻ അവസരമുണ്ടായത് അല്ലെങ്കിൽ അവരെ കരയിപ്പിച്ചത് ഇത്തരം രംഗങ്ങളാണ്. ഞാൻ ദീർഘിപ്പിക്കുകയില്ല. ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദീസ് സല്ലല്ലാഹു അലൈഹി വസല്ലം, കതബല്ല കുതിബാല ഇബ്നി ആദം നസീബഹു മിനസ് സിനാ മുദ്രികുൻ ദാലിക ലാ മഹാല അല്ലൈനാനി സിനാഹുമാ അന്നദർ. കണ്ണിന് വ്യഭിചാരമുണ്ട്, കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണ്. കാതിന് വ്യഭിചാരമുണ്ട്, കാതിന്റെ വ്യഭിചാരമാണ് കേൾക്കുന്നത്. നാവിന് വ്യഭിചാരമുണ്ടതാണ് സംസാരിക്കുന്നത്. വല്ലതോ കേൾക്കണേ, വല്ലതോ കയ്യിന് വ്യഭിചാരമുണ്ട്. സിനാഹ അൽ ബത്ഷു, അതിന്റെ വ്യഭിചാരമാണ് പിടിക്കുക എന്നത്. അതിന്റെ വ്യഭിചാരമാണ് എന്റെ പ്രിയമുള്ളവരെ. തന്റെ കയ്യിലുള്ള മൊബൈലിൽ നിന്ന് മെസ്സേജ് പാസ് ചെയ്ത് ചാറ്റിംഗ് നടത്തുന്നതും അതിന്റെ വ്യഭിചാരമാണ്. അരുതാത്തതാ മെസ്സേജ് ചെയ്യുന്നതെങ്കിൽ, അരുതാത്തതാ നമ്മൾ കയ്യിന്റെ വിരൽത്തുമ്പുകൾ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ, കയ്യിനും വ്യഭിചാരമുണ്ട്, കാലിനും വ്യഭിചാരമുണ്ട്. കാലിന്റെ വ്യഭിചാരമൽ ഖുതാ, തെറ്റിലേക്ക് നടന്നു പോകലാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم.